എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ബാക്കി കാണാൻ കണ്ടതിന് ശേഷം പ്രേക്ഷകർ പറയുക. വിജയനോടെ സുഹൃത്തായിട്ട് അഭിനയിച്ചു തുടങ്ങി, പിന്നെ മകനായിട്ട് അഭിനയിച്ചു, ഇപ്പൊ സഹപ്രവർത്തകനായിട്ട് അഭിനയിച്ചു. എന്നും ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ വിജയന്റെ വളരെ അടുത്ത സുഹൃത്ത് എന്നുള്ള രീതിയിൽ അദ്ദേഹം എനിക്കൊരു സ്പേസ് തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഈ പോലീസ് എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു പോലീസ് വേഷങ്ങൾ ചെയ്യാൻ. പക്ഷെ രാജീവേട്ടന്റെ കൂടെ കുറ്റവും ശിക്ഷയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അതിനുള്ള ധൈര്യം വന്നത്. പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോ ഇത് കുറെ കൂടെ ഒരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. തിയേറ്റർ എല്ലാ ഫാക്ടേഴ്സും ഉള്ളൊരു സിനിമയാണ്. ജാഫ്രിക്കായിട്ടുള്ള സീനുകൾ വളരെ ഗംഭീരമായിരുന്നു. ഒരു പൂമന്റെ ആ ഒരു ഫീല് തന്ന എങ്ങനെയുണ്ട് ജാഫ്രിക്കായിട്ടുള്ള ജാഫ്രിക്കെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ജാഫ്രിക്ക സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ അവരെ കൈയടിക്കുന്നുണ്ട്. ജാഫ്രിക്ക അങ്ങനെ വെറുതെ വന്നു പോകുന്ന ഒരാളല്ല. അദ്ദേഹത്തിന്റെ ഹ്യൂമർ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്തൊരു ക്യാരക്ടർ റോൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ശരിക്കും ജാഫ്രിക്ക പറഞ്ഞ പോലെയാണ് പ്രേക്ഷകർ ചിന്തിച്ചത്. ഇങ്ങനെയായിരിക്കുമോ കഥ? അങ്ങനെയാണെന്ന് തോന്നുന്നു ആ കഥാപാത്രം. തിരക്കഥാകൃത്തിന്റെയും സംവിധായകന്റെയും ബ്രില്യൻസ്